ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ക് ആക്സസ് ടൈമിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്ക് മാനേജ്മെന്റിനകത്ത് വരുന്ന ഡിസ്കിന്റെ ആർക്കിടെക്ചർ, അതായത് സ്ട്രക്ചർ ഓഫ് ദി ഹാർഡ് ഡിസ്ക് എന്നുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് പ്ലേറ്റർ, എന്താണ് സെക്ടേഴ്സ്, ട്രാക്സ്, സ്പിൻറ്റിൽ, അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, റീഡ് റൈറ്റ് ഹെഡ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തതാണ്. സോ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ടോപ്പിക്കും. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ട ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഹെൽപ്പ് ആയിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. അതിന് മുന്നേ ആയിട്ട് നമ്മൾ പറഞ്ഞു, ഇപ്പോൾ ഹാർഡ് ഡിസ്കിനകത്ത് നിന്ന് ഒരു ഡാറ്റ റീഡ് ചെയ്യുക, റൈറ്റ് ചെയ്യുക ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രോസസ്സുകൾ സംഭവിക്കും. സപ്പോസ് ഞാനൊരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ മെയിൻ മെമ്മറിക്കകത്ത് അതിനകത്ത് ഏതെങ്കിലും ഒരു ഡാറ്റ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഹാർഡ് ഡിസ്കിനകത്ത് നിന്ന് റിട്രീവ് ചെയ്ത് കൊണ്ടുവരേണ്ടതായിട്ട് വരും. ആ സമയത്താണ് നമ്മൾ ഹാർഡ് ഡിസ്കിലേക്ക് പോകുന്നതും ആ കമാൻഡ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ ആദ്യം ആ ഡാറ്റയ്ക്ക് വേണ്ടിയിട്ട് എവിടെയാണ് ചെക്ക് ചെയ്യുന്നത്? പ്ലേറ്ററിൽ പോയിട്ടാണ് നോക്കുന്നത്. ഒരുപാട് പ്ലേറ്റേഴ്സ് 1 by 1 പൈൽ ചെയ്ത് വെച്ചേക്കായിരിക്കും. അതിൽ ഏത് പ്ലേറ്ററിൽ ഉണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ പ്ലേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, പ്ലേറ്ററിന് എന്ന് പറയുമ്പോൾ അതിന് അപ്പർ സർഫസ് ഉണ്ടായിരിക്കും, ലോവർ സർഫസ് ഉണ്ടായിരിക്കും. അതിൽ ഏത് സർഫസിലുണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടതായത്. അതായത് പ്ലേറ്ററിൽ പോയി പിന്നെ സർഫസ് കണ്ടുപിടിച്ചു. സർഫസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം സർഫസിൻ്റെ ഉള്ളിൽ ഒരുപാട് കോൺസെൻട്രിക് സർക്കിൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ട്രാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ട്രാക്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഡ്യൂട്ടി. ഇനി ട്രാക്സിന് കിട്ടിക്കഴിഞ്ഞാലോ, ട്രാക്സിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്സിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെക്ടേഴ്സിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് ഡ്യൂട്ടി. സെക്ടറിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നാണ് നമുക്ക് വേണ്ടുന്ന ഡാറ്റയെ അവിടുന്ന് റിട്രീവ് ചെയ്യുക അല്ലെങ്കിൽ റൈറ്റ് ചെയ്യുക എന്നുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഇത്രയും ഓപ്പറേഷൻസ് നടന്നാൽ മാത്രമേ നമ്മൾ ആ ഡാറ്റയിലേക്ക് എത്തുന്നുള്ളൂ. ഇപ്പം ഇത്രയും പ്രോസസ്സ് കൊണ്ട് ഒരിക്കലും ആ ഒരു മെയിൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നില്ല. മെയിൻ പ്രോസസ്സ് എന്തായിരുന്നു? നമുക്ക് ഹാർഡ് ഡിസ്കിൽ നിന്നും ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്രയും പ്രോസസ്സ് ചെയ്യുമ്പോൾ എന്ത് ചെയ്തു? ആ ഒരു ഡാറ്റ എവിടെയാണോ ഉള്ളത് അവിടേക്ക് ലൊക്കേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്തത്? ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പകുതി പോർഷൻ, പകുതി വർക്ക് മാത്രമേ ഇവിടെ എത്തുന്നു. ഡാറ്റ ആക്സസ് ടൈമാണിത്. ഒരിക്കലും അവിടെ ആ ഡാറ്റ എന്ത് ചെയ്തിട്ടില്ല? ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇതിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം അവിടെ എടുക്കുന്നുണ്ട്. അതായത് പ്ലേറ്ററിൽ പോകുന്നു, സർഫസിൽ പോകുന്നു, സർഫസിൽ നിന്ന് ട്രാക്കിനെ കണ്ടുപിടിക്കുന്നു, ട്രാക്കിൽ നിന്ന് സെക്ടേഴ്സിനെ കണ്ടുപിടിച്ച് പിന്നെ ഡാറ്റ കണ്ടുപിടിക്കുക. ദാറ്റ് മീൻസ് അവിടെയും ഒരു പെർട്ടിക്കുലർ ടൈം അവിടെ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത്രയും എന്തിനു വേണ്ടിയിട്ടാണ്? ഡാറ്റ ആക്സസ് ടൈമിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇത്രയും ഒരു പ്രോസസ്സിൽ എന്ത് മാത്രമാണ് നടക്കുന്നത്? ഡാറ്റയിലോട്ട് എത്തിയിട്ടേ ഉള്ളൂ. ഡാറ്റ ഫുള്ളായിട്ട് അവിടുന്ന്, അല്ലെങ്കിൽ നമുക്ക് ഏതെല്ലാം എത്ര എമൗണ്ട് ഓഫ് ഡാറ്റ നമുക്ക് അവിടുന്ന് റിട്രീവ് ചെയ്യണോ അതും കൂടി ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ഓപ്പറേഷൻ കൂടി പെർഫോം ചെയ്താൽ മാത്രമേ ആ ഡിസ്കിനകത്ത് നിന്ന് ഡാറ്റ ഓപ്പറേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ. അതായത് ഡിസ്ക് ആക്സസിങ് എന്നുള്ളത് കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഡാറ്റ ആക്സസ് ടൈമിനോട് കൂടിയിട്ട് എന്തും കൂടി വേണം? ആ ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്തെടുക്കുന്ന സമയം. അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ടുള്ളതായിരിക്കും എന്ത്? ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറയുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറയുമ്പോൾ ഇത് മാത്രമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. ഇതിനോട് കൂടി എന്തും കൂടെ വരും? ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയം. ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന പറയുമ്പോൾ നമുക്ക് എത്ര ഡാറ്റ എന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ അതിൻ്റെ റൊട്ടേഷൻ്റെ സ്പീഡ് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്ക് ആക്സസ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഇതിലുള്ള രണ്ട് പ്രോസസ്സായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്ത്. ഇപ്പോൾ പറഞ്ഞതിന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ആദ്യം ഡാറ്റ ലൊക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം, അതിനുശേഷം ഡാറ്റയെ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയം. സോ നമ്മൾ ഈ ഡാറ്റ ലൊക്കേറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നെ അതിൻ്റെ ഉള്ളിൽ ഓരോരോ ടൈമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് 4 ടൈമുകളാണ് ഉള്ളത്. ഫസ്റ്റ് വൺ സീക്ക് ടൈം, സെക്കൻഡ് വൺ റൊട്ടേഷണൽ ലാറ്റൻസി, കമാൻഡ് പ്രോസസ്സിംഗ് ടൈം ആൻഡ് സെറ്റിൽ ടൈം. ഇങ്ങനെ 4 ടൈമുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ തന്നെ ആദ്യത്തെ 2 അതായത് സീക്ക് ടൈം, റൊട്ടേഷണൽ ലാറ്റൻസി, ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി 2 അതായത് കമാൻഡ് പ്രോസസ്സിംഗ് ടൈമും സെറ്റിൽ ടൈമും ഇത് 0 ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾക്ക് ചെയ്യാൻ എടുക്കുന്ന പ്രോബ്ലംസിലെല്ലാം അതിന് 0 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ 2 നെഗ്ലക്ട് ചെയ്തിട്ട് ബാക്കി 2 നമുക്ക് ഫുൾ ഇമ്പോർട്ടൻസും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ എന്താണ് സീക്ക് ടൈം, എന്താണ് റൊട്ടേഷണൽ ലാറ്റൻസി എന്നുള്ളത് നോക്കാം. സീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന സമയത്ത് എന്താ അവിടെ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആരെ കണ്ടുപിടിക്കുന്നു എന്നുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടുത്തെ മെയിൻ റോൾ ആർക്കൊക്കെയാണ്? ട്രാക്സിനും സെക്ടേഴ്സിനാണ്. അതിനകത്ത് വരുന്ന ട്രാക്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീക്ക് ടൈം യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡെഫിനിഷനിലോട്ട് പോവാന്നുണ്ടെങ്കിൽ സീക്ക് ടൈം ഈസ് ദ ടൈം റിക്വയർഡ് ബൈ ദ റീഡ് റൈറ്റ് ഹെഡ് ടു മൂവ് ഫ്രം ദി കറന്റ് ട്രാക്ക് ടു ദി ഡിസൈഡ് ട്രാക്ക്. ഓർത്ത് വെക്കുക,
കറന്റ് ട്രാക്കിൽ നിന്നും നമ്മൾ ഏത് ട്രാക്കിലോട്ടാണോ എത്തേണ്ടത് അതിന് വേണ്ടിയിട്ട് ആ റീഡ് റൈറ്റ് എടുക്കുന്ന ആ ഒരു ടോട്ടൽ ടൈമിനെയാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഡിസ്ക് കൺസിഡർ ചെയ്ത് നോക്കാം. അതായത് ഒരു പ്ലേറ്ററാണ്. പ്ലേറ്ററിന്റെ മുകളിലൂടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കറിയാം, ഇവിടെ ഇപ്പോൾ 2 ട്രാക്സ് ഞാൻ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് ട്രാക്കും സെക്കൻഡ് ട്രാക്കും 2 ട്രാക്സ് ഉണ്ട്. അതിനെ തന്നെ സെക്ടേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സെക്ടേഴ്സിന് വേണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാം. ഇതിപ്പോൾ 1 2 3 4 5 6 7 8 സെക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് ഫസ്റ്റ് ട്രാക്കാണ്, ഉള്ളിൽ വരുന്നത് സെക്കൻഡ് ട്രാക്കാണ്. ഇപ്പം നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് പ്രസന്റ്ലി ഇവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് ട്രാക്കിലാണെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഡിഫോൾട്ടായിട്ട് ചിലപ്പം ആ ഒരു ട്രാക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ട്രാക്ക് ഉണ്ടായിരിക്കാം. ഇല്ല, ഇപ്പം ഈ ഒരു എക്സാമ്പിളിനകത്ത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ട്രാക്കിലാണ് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടുന്ന ഡാറ്റ ഇരിക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അതായത് സെക്കൻഡ് ട്രാക്കിൽ 5th സെക്ടറിലാണ് നമ്മളുടെ ഡാറ്റ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഈ റീഡ് റൈറ്റ് ഹെഡ് ഇവിടേക്ക് ആയിരിക്കണം പൊസിഷൻ ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ആ ഡാറ്റ അവിടുന്ന് റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത്തരം സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുക? ഈ റീഡ് റൈറ്റ് ഹെഡ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് എത്തണം. അതിനെടുക്കുന്ന ആ ഒരു ടൈം, അതായത് ഈ ഒരു ഫസ്റ്റ് ട്രാക്കിൽ നിന്നും സെക്കൻഡ് ട്രാക്കിലോട്ട് റീഡ് റൈറ്റ് ഹെഡ് എത്താൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ സീക്ക് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ സീക്ക് ടൈം മോസ്റ്റ് ഓഫ് ദ കേസസിൽ അവിടെ 2 കേസുകളാണ് വരുന്നത്. ഒരു ബെസ്റ്റ് കേസും വരാം, അല്ലെങ്കിൽ വേഴ്സ്റ്റ് കേസും വരാം. ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചില സമയത്ത് നമ്മളുടെ ഇപ്പോൾ സപ്പോസ് നമ്മളുടെ ഈ റീഡ് റൈറ്റ് ഇപ്പം ഇരിക്കുന്ന അനുസരിച്ച് ഫസ്റ്റ് ട്രാക്കിലാണെന്ന് പറഞ്ഞു. ഇപ്പം നമുക്ക് വേണ്ടുന്ന ഡിസൈഡ് ട്രാക്ക് എന്ന് പറയുന്നത് ഇതേ ട്രാക്കിൽ തന്നെയാണെന്ന് വിചാരിക്കുക. അതായത് ഇപ്പോൾ ഫസ്റ്റ് ട്രാക്കിലെ ഈ ഫസ്റ്റ് സെക്ടറിലാകാം, അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ട്രാക്കിലെ തന്നെ 3rd സെക്ടർ ആണെന്ന് വിചാരിക്കാം. അത്തരം കേസസിലൊന്നും നമുക്ക് റീഡ് റൈറ്റ് ഹെഡിനെ അടുത്ത ട്രാക്കിലോട്ട് വേണ്ടി ഒരു മൂവ്മെന്റ് ആവശ്യമായിട്ട് വരുന്നില്ല. അതായത് 0 മൂവ്മെന്റ് ആണ് വരുന്നത്. അതാണ് ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ഇനി വേഴ്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വേഴ്സ്റ്റ് കേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സപ്പോസ് നമ്മളുടെ റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത് ഈ ഔട്ടർ മോസ്റ്റ് ട്രാക്കിലാണ്. നമ്മൾക്ക് പോകേണ്ടുന്ന, അതായത് ഡിസൈഡ് ട്രാക്ക് എന്ന് പറയുന്നത് ഇന്നർ മോസ്റ്റ് ട്രാക്ക് ആണെന്ന് കൺസിഡർ ചെയ്യാം. അത്തരം സിറ്റുവേഷനിൽ എന്താ, മാക്സിമം ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്യേണ്ടതായിട്ട് വരുന്നത്, മൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ സിക്ക് ടൈമും ഉണ്ടായിരിക്കും. അതിനെയാണ് വേഴ്സ്റ്റ് കേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ബെസ്റ്റ് കേസും വേഴ്സ്റ്റ് കേസും അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കാരണം ഇവിടെ സീക്ക് ടൈം കൺസിഡർ ചെയ്യുന്നത് എപ്പോഴും ആവറേജ് ആയിട്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഹാഫ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ പറയുന്നത്? ഇതിൽ സിക്ക് ടൈം കണ്ടുപിടിക്കുന്നത് നമുക്ക് ഈ ന്യൂമറിക്കലൊക്കെ ചെയ്യുന്ന സമയത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി വരും ചില സമയത്ത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതിലുള്ള ഇക്വേഷൻ ആണ് ടൈം ടേക്കൺ ടു ക്രോസ് 1 ട്രാക്ക് ഇൻറ്റു നമ്പർ ഓഫ് ട്രാക്സ് ടു ബി ക്രോസ്ഡ്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലോജിക്കാണ്. ഇപ്പം നമ്മളിവിടെ ഇപ്പോൾ എന്താണ് ട്രാക്സിൻ്റെ എത്ര നമ്പർ ഓഫ് ട്രാക്സ് ഉണ്ടെന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ചില കേസസിൽ നമുക്ക് തരുന്നത് സിലിണ്ടേഴ്സിൻ്റെ എണ്ണമായിരിക്കും. സോ അത്തരം സിറ്റുവേഷനിൽ നമുക്ക് ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ടൈം ടേക്കൺ ടു ക്രോസ് 1 സിലിണ്ടർ ഇൻറ്റു നമ്പർ ഓഫ് സിലിണ്ടേഴ്സ് ടു ബി ക്രോസ്ഡ്. സിലിണ്ടേഴ്സും ട്രാക്സും തമ്മിൽ ഓൾമോസ്റ്റ് സെയിം വേയിലായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ട്രാക്സിനെ സിലിണ്ടേഴ്സ് ഫോമിലേക്ക് കാണുന്നത് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഈ സിക്ക് ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. പക്ഷേ യൂഷ്വലി ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ ന്യൂമറിക്കൽസിലും ഞാൻ കണ്ടിട്ടുള്ളത് ഇത്രയാണ് സിക്ക് ടൈം എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താണ് റൊട്ടേഷണൽ ലാറ്റൻസി? അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിൽ സിക്ക് ടൈം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഏത് ട്രാക്കിലേക്ക് എത്തണം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇനി ട്രാക്കിൽ എവിടെയാണ് നമ്മളെ ഡാറ്റ ഇരിക്കുന്നത്? സെക്ടറിൻ്റെ ഉള്ളിലാണ്. അപ്പം സെക്ടറിലേക്ക് എത്തണം. സെക്ടറിലേക്ക് എത്താന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ട്രാക്കിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സെക്ടറിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കേണ്ടതായിരിക്കും? ഇവിടെ ഇപ്പോൾ നമ്മളുടെ റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത് ഫസ്റ്റ് ട്രാക്കിലെ ഫസ്റ്റ് സെക്ടറിനകത്താണ്. നമ്മളുടെ ഡാറ്റ ഇവിടെ സെക്കൻഡ് ട്രാക്കിലെ 5th സെക്ടറിലാണ് ഇരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കും? ഈ റീഡ് റൈറ്റ് ഹെഡ് ഫസ്റ്റ് ഓഫ് ഓൾ സെക്കൻഡ് ട്രാക്കിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെ? സെക്കൻഡ് ട്രാക്കിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ റീഡ് റൈറ്റ് ഹെഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? അത് അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെന്റ് മാത്രമേ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. ഒരിക്കലും ഇങ്ങനെ ഒരു സർക്കുലർ വേയിൽ റീഡ് റൈറ്റ് ഹെഡ് റൊട്ടേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ഇവിടെ ആര് റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും? ഈ സിലിണ്ടർ, അതായത് ഈ ഒരു പ്ലേറ്റർ എന്നുള്ളത് സ്പിൻഡിൽ വെച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യേണ്ടി വരും. ആ റൊട്ടേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസോ അല്ലെങ്കിൽ ആന്റി ക്ലോക്ക് വൈസോ ആകാം. ഓക്കെ, അങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഡാറ്റ ഇരിക്കുന്ന 5th സെക്ടർ എന്നുള്ളത് റൊട്ടേറ്റ് ചെയ്തിട്ട് എവിടെ എത്തണം? റീഡ് റൈറ്റ് ഹെഡിന്റെ ഇവിടേക്ക് എത്തണം. എങ്കിൽ മാത്രമേ ആ ഒരു സെക്ടറിൽ നിന്ന് ഡാറ്റ
എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് ഈ ഒരു റൊട്ടേഷൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൊട്ടേഷണൽ ലാറ്റൻസി അല്ലെങ്കിൽ റൊട്ടേഷണൽ ഡിലേ എന്ന് പറയുന്നത്. അതിനും ഇതുപോലെ തന്നെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ആംഗിൾ ബൈ വിച്ച് ഡിസ്ക് ഈസ് റൊട്ടേറ്റഡ് ഡിവൈഡിങ് ബൈ ദി ആംഗുലർ ഫ്രീക്വൻസി. അതായത് ഏത് ഡിസൈഡ് സെക്ടറിലോട്ടാണോ നമ്മളുടെ ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടുന്നത് അതിനെടുക്കുന്ന ആംഗിൾ ഡിവൈഡിങ് ബൈ ദി ആംഗുലർ ഫ്രീക്വൻസി. ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ പെർ സെക്കൻഡിൽ ഏത് ആംഗിളിലാണ് ഈ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് അതാണ് ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 180 ഡിഗ്രിയിലാണ് നമ്മളുടെ ആംഗിൾ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അതായത് നമ്മളിപ്പോൾ റീഡ് റൈറ്റ് ഹെഡ് ഇരിക്കുന്നത് ഈ ഒരു ട്രാക്കിൽ ഈ ഒരു സെക്ടറിലാണെന്ന് വിചാരിക്കാം. അതിൽ തന്നെ ഇവിടേക്കാണ് നമുക്ക് 180 ഡിഗ്രിയിലേക്കാണ് നമ്മളുടെ ഈ ഒരു ഡാറ്റ ഇരിക്കുന്നത് എന്ന് കൺസിഡർ ചെയ്യാം. ആ ഒരു കേസിൽ നമ്മൾ പറയുന്ന ഇവർ ആംഗിൾ ബൈ വിച്ച് ഡിസ്ക് ഇസ് റൊട്ടേറ്റഡ്, അതായത് 180 ഡിഗ്രി ഡിവൈഡിങ് ബൈ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ സപ്പോസ് നമ്മുടെ ഈ ഒരു ഡിസ്കിൻ്റെ ഒരു സ്പീഡ് അനുസരിച്ചിട്ട് ഒരു സെക്കൻഡ് കവർ ചെയ്യുമ്പോൾ അത് കവർ ചെയ്യുന്നത് ഒരു 90 ഡിഗ്രി ആണെന്ന് കൺസിഡർ. അതായത് ഈ ഒരു ആംഗിളിലാണ് ഒരു സെക്കൻഡ് കവർ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നമ്മളുടെ ആംഗുലർ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്, 90 ആണ്. അപ്പോൾ 180 ഡിവൈഡിങ് ബൈ 90 എന്ന് പറയുമ്പോൾ 2 സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്ന റൊട്ടേഷണൽ ലാറ്റൻസി. അതായത് 2 സെക്കൻഡ് എടുക്കും ഈ ഒരു ഡിസൈഡ് ട്രാക്കിലോട്ട് അല്ല ഡിസൈഡ് സെക്ടറിലോട്ട് നമ്മളുടെ ഈ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് വരാനെടുക്കുന്ന സമയം. അതായത് ആ ഒരു ഡിലേ ആണ് അവിടെ കാണിക്കുന്നത് റൊട്ടേഷണൽ ലാറ്റൻസി വഴി. ഓക്കെ, സോ ഇത് യൂഷ്വൽ കേസിൽ ഈ പറയുന്ന ഡാറ്റാസ് എല്ലാം ക്വസ്റ്റ്യനകത്ത് തരാറുണ്ട്. അത് വെച്ചുകൊണ്ടാണ് നമുക്ക് ഡിസ്ക് ആക്സസ് ടൈം കാണാനൊക്കെ ഉണ്ടാവാറുള്ളത്. അതിൽ തന്നെ നമ്മൾക്ക് തരുന്ന ഈ ഒരു റൊട്ടേഷൻ സ്പീഡ് എന്ന് പറയുന്നത് ഇത്ര RPM, അതായത് ഇപ്പോൾ ഒരു 6000 RPM എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഡാറ്റ ട്രാൻസ്ഫർ ടൈം. ഇപ്പം ഇത്രയും പറഞ്ഞത് എന്തിലായിരുന്നു, ഡാറ്റ ആക്സസ് ടൈം. അതായത് ഇത്രയും ഓപ്പറേഷൻസ് നടക്കുന്ന സമയത്ത് എടുക്കുന്ന കുഞ്ഞു ടൈമുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി നെക്സ്റ്റ് എന്താണ്, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന സമയം. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. T = B/Rn. T എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ടൈം. ഇനി B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി ട്രാൻസ്ഫേർഡ്. അതായത് ഒരു റിക്വസ്റ്റ് വരികയാണ്, ഇത്രയും ഡാറ്റയാണ് എനിക്ക് ഈ ഒരു സെക്ടറിനകത്തുനിന്ന് അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിനകത്തുനിന്ന് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്നുള്ളത് ക്വസ്റ്റ്യനകത്ത് തരുന്നതാണ്. അതാണ് എന്തുദ്ദേശിക്കുന്നത്, B എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, R എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് റൊട്ടേഷണൽ സ്പീഡ് ഇൻ റെവല്യൂഷൻ പെർ സെക്കൻഡ്. അതായത് ഈ റെവല്യൂഷൻ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് റൊട്ടേഷൻ പെർ സെക്കൻഡ് തന്നെയാണ്. അതായത് ഒരു റൊട്ടേഷൻ പെർ സെക്കൻഡിൽ ആ റൊട്ടേഷന് എടുക്കുന്ന സ്പീഡ് എത്രയാണ് എന്നുള്ളതാണ്. അത് യൂഷ്വൽ കേസിൽ ഇപ്പോൾ അതുപോലെ തന്നെ 6000 അല്ലെങ്കിൽ 7000 RPM എന്നൊക്കെ പറയുമ്പോൾ റൊട്ടേഷൻ പെർ മിനിറ്റ് ആണ് RPM എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ വേണ്ടുന്നത് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് എന്താണ്, N = നമ്പർ ഓഫ് ബൈറ്റ്സ് ഓൺ എ ട്രാക്ക്. ഓരോ ട്രാക്കിനും ഇത്ര കപ്പാസിറ്റി ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഇത്ര ബൈറ്റ്സ് ഓഫ് ഡാറ്റ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്, N എന്ന് പറയുന്നത്. N മീൻസ് നമ്പർ ഓഫ് ബൈറ്റ്സ് ഓൺ എ ട്രാക്ക്. അപ്പോൾ ഇത്രയാണ് നമുക്കൊരു ഡിസ്ക് ആക്സസ് ടൈമിൽ ഒരു ന്യൂമറിക്കൽ സോൾവ് ചെയ്യാൻ വേണ്ടുന്ന ഇൻഫർമേഷൻ. ഇനി ഇതിൽ വിട്ടുപോയ 2 പേര് കൂടി ഉണ്ട്. ഒന്ന് കമാൻഡ് പ്രോസസ്സിംഗ് ടൈമും സെറ്റിൽ ടൈമും. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കാരണമാണ് കൂടുതൽ അതിനെക്കുറിച്ച് പോവാത്തത്. നമുക്ക് എന്താണെന്ന് പറഞ്ഞു പോവാം. കമാൻഡ് പ്രോസസ്സിംഗ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഹാർഡ് ഡിസ്കിനകത്തേക്ക് ഒരു ഇൻപുട്ട് റീഡ് റൈറ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ട് വരുന്ന സമയത്തേക്ക് ആ ഹാർഡ് ഡിസ്ക് അതിനോട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഡിവൈസസിനെല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ എടുക്കുന്ന ആ ഒരു സമയം, അതിനെയാണ് നമ്മൾ കമാൻഡ് പ്രോസസ്സിംഗ് ടൈം. അപ്പോൾ കമാൻഡ് പ്രോസസ്സ് ചെയ്യാൻ ഹാർഡ് ഡിസ്ക് എടുക്കുന്ന ആ ഒരു ടൈം, അതാണ് കമാൻഡ് പ്രോസസ്സിംഗ് ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് വരുന്നതാണ് സെറ്റിൽ ടൈം. സെറ്റിൽ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ റീഡ് റൈറ്റ് ഹെഡ് ഉണ്ടല്ലോ, അത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിലേക്ക് ഓരോന്നും ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിലായിരിക്കും അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഗ്രാമഫോൺ എല്ലാം കണ്ടിട്ടില്ലേ, അതിനകത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുകയല്ലേ ഡിസ്കിലേക്ക്. അപ്പോൾ അതിന് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതിനും ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടായിരിക്കും. ആ വൈബ്രേഷൻ സ്റ്റോപ്പ് ആകാൻ എടുക്കുന്ന ആ ഒരു ടൈമിനെയാണ്, വളരെ ചെറിയ ടൈമായിരിക്കും, ആ ഒരു ചെറിയ ടൈമിനെയാണ് എന്ത് പറയുന്നത്, സെറ്റിൽ ടൈം എന്ന് പറയുന്നത്. അതായത് റീഡ് റൈറ്റ് ഹെഡ് വൈബ്രേഷൻ എല്ലാം ഒഴിവാക്കിയിട്ട് അത് സെറ്റ് ആവാൻ അല്ലെങ്കിൽ സെറ്റിൽ ചെയ്യാൻ എടുക്കുന്ന ആ ഒരു ടൈമാണ് സെറ്റിൽ ടൈം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ അത്രയും. അതായത് ഡിസ്ക് ആക്സസ് ടൈം എന്താണ്, അതിൽ തന്നെ ഡാറ്റ ആക്സസ് ടൈമിൻ്റെ ഉള്ളിൽ വരുന്ന സീക്ക് ടൈം, റൊട്ടേഷണൽ ലാറ്റൻസി, അതുപോലെ അതിൻ്റെ കറസ്പോണ്ടിങ് ഇക്വേഷൻസ്, പിന്നീട് ഡാറ്റ ട്രാൻസ്ഫർ ടൈമിൽ എന്ത് നടക്കുന്നു, അതിന് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, അതിൽ ഓരോ നൊട്ടേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ അത്രയും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ കമ്മിങ് വീഡിയോസിൽ നമുക്ക് ഇതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്തു നോക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.